സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ കേരളത്തെ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അർഹതപ്പെട്ട പണം കേന്ദ്രം കേരളത്തിന് നൽകുന്നില്ലെന്നും രാഷ്ട്രീയമായി നേട്ടമുണ്ടെങ്കിൽ മാത്രമേ പണം തരൂ എന്നതാണ് കേന്ദ്ര നിലപാടെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കോതമംഗലത്ത് പറഞ്ഞു. മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണം കേരളത്തിൽ ഏറെ സങ്കീർണമായ വിഷയമാണെന്നും വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറാകണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. 1972 കോൺഗ്രസാണ് നിയമം കൊണ്ടുവന്നത്. സ്വന്തം പട്ടയഭൂമിയിലേക്ക് വന്യമൃഗം വന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവയ്ക്കാമെന്ന ഭേദഗതി വേണം. ഈ വിഷയത്തിൽ കേന്ദ്ര വനമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വന്യമൃഗത്തിനെ സുരക്ഷയ്ക്ക് വേണ്ടി കൊന്നാൽ നമുക്ക് പരിരക്ഷ ലഭിക്കണമെന്നും രാജ്യത്താദ്യമായി വന്യമൃഗ സംരക്ഷണ ബില്ലിൽ കേരള നിയമസഭ ഭേദഗതി കൊണ്ടുവന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 5 വർഷം കൊണ്ട് സർക്കാർ ക്ഷേമ പെൻഷനായി നൽകുന്നത് 640 കോടി രൂപയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇതൊരു യാത്ര ആയിട്ട് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ 2016 ഇതുപോലൊരു യാത്ര അന്ന് ഇടതുപക്ഷ നേതൃത്വം നടത്തിയിരുന്നു. അതിനുശേഷം നമുക്കറിയാം, ആ യാത്രയിൽ പല കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് സംവാദം നടത്തി ഈ സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു, നിർദ്ദേശങ്ങൾ കേട്ടു, മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി. ആ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയതെല്ലാം ആ 5 വർഷം 2021 ഏതാണ്ട് 98% നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങൾ അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ജാഥ മാനേജർ PK ബിജു, ജാഥാംഗങ്ങളായ KK ശൈലജ, PP സുനീർ MP, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, സാബു ജോർജ്, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ PT ബെന്നി അധ്യക്ഷനായി. ആന്റണി ജോൺ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. LDF നേതാക്കളായ KA ജോയ്, മനോജ് ഗോപി, ഷാജി പീച്ചക്കര, ബേബി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലയിലുള്ള 20 പേരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.